നമസ്കാരം. മേപ്പാടി ദുരന്തവുമായി ബന്ധപ്പെട്ട് അവിടെ അവർക്ക് നഷ്ടപരിഹാരം നൽകുന്നതും അതോടൊപ്പം അവർക്ക് വീട് വെച്ച് നൽകുന്നതും ഒക്കെയായി ബന്ധപ്പെട്ടിട്ട് ചിലർ ഹൈക്കോടതിയെ സമീപിച്ചു. ആ ഹൈക്കോടതിയെ സമീപിച്ച രണ്ടുപേരാണ്. ഒന്ന് ബൈജു മാത്യൂസ്, സാബു സ്റ്റീഫൻ എന്ന് പറയുന്ന രണ്ടുപേരാണ് ഹൈക്കോടതിയെ സമീപിച്ച് ഇതൊന്നും പോരാ ഞങ്ങൾക്ക്, അതായത് ഞങ്ങൾ ദുരന്ത ബാധിതരുടെ പ്രതിനിധി എന്നുള്ള നിലയിലാണ് ഈ രീതിയിൽ ഒരു നീക്കം നടത്തിയത്. ഹൈക്കോടതിയെ പോയി കാണുന്നു, ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിക്കുന്നു. ഹൈക്കോടതി ഈ ഹർജി തള്ളിക്കളയുന്നു. അതായത് ഹൈക്കോടതി പറയുന്നത് ഉയർന്ന നഷ്ടപരിഹാരം എന്ന് പറയുന്നത് ഒരു ദുരന്ത ബാധിതരുടെ അവകാശമല്ല എന്നാണ് ഹൈക്കോടതി കണ്ടെത്തിയത്. അവർ പറഞ്ഞിരിക്കുന്ന തുക എന്ന് പറഞ്ഞാൽ 40 മുതൽ 50 ലക്ഷം രൂപ വരെ ഒരു വീട് വെക്കുന്നതിനും അതോടൊപ്പം അവരുടെ ഇൻഫ്രാസ്ട്രക്ചേഴ്സ് ഡെവലപ്പ് ചെയ്യുന്നതിനും വേണ്ടി നൽകണം. സർക്കാർ നൽകുന്ന തുക പരിമിതമാണ്, വളരെ കുറവാണ്. അതുകൊണ്ട് ഇത്രയും തുക നൽകണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. ഇത് കണ്ടറിഞ്ഞ കോടതി നിരീക്ഷിച്ചത് ഇതൊരു മനുഷ്യനിർമ്മിത ദുരന്തമല്ല, ഇതൊരു പ്രകൃതി ദുരന്തമാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രകൃതി ദുരന്തമായതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് സർക്കാരിൻ്റെ ഭാഗം കൂടി നമ്മൾ മനസ്സിലാക്കണം എന്നുള്ള തരത്തിൽ ഹൈക്കോടതി ആ രീതിയിലുള്ള ഒരു നിർദ്ദേശം ആണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് സുരക്ഷിതമായ ജീവിത സാഹചര്യം ഒരുക്കുക എന്നുള്ളത് സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തം സർക്കാർ വേണ്ട രീതിയിൽ ചെയ്യും എന്നുള്ളത് തന്നെയാണ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം ടൗൺഷിപ്പ് 1 വർഷത്തിനകം പൂർത്തീകരിക്കണം എന്നുള്ള രീതിയിലുള്ള നിർദ്ദേശവും ഈ രീതിയിൽ ഹൈക്കോടതി മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അപ്പം ഈ പറയുന്ന ലഭ്യമായിട്ടുള്ള തുകയും ഭൂമിയും എല്ലാം തന്നെ അർഹരായവർക്ക് തുല്യമായി തന്നെ വീതിച്ച് സർക്കാർ നൽകുകയും ചെയ്യും. അപ്പോൾ ഇതിനിടയ്ക്ക് ഈ രീതിയിലുള്ള കുത്തിത്തിരിപ്പുകളുമായി, അതായത് ഞങ്ങൾ ഇന്ന ആൾക്കാരുടെ അല്ലെങ്കിൽ ദുരന്ത ബാധിതരുടെ പ്രതിനിധികളാണ്, ഞങ്ങൾക്ക് 40 മുതൽ 50 ലക്ഷം രൂപ വരെ ഞങ്ങൾക്ക് അവിടെ നിന്ന് നഷ്ടപരിഹാരം എന്നുള്ള നിലയിൽ ലഭിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പോകുന്നത് ശരിയായ നടപടിയല്ല എന്നുള്ള തരത്തിലാണ് ഹൈക്കോടതി അതിനെ നിരീക്ഷിച്ചിരിക്കുന്നത്. അതോടൊപ്പം വേറൊരു കാര്യം കൂടി ചെയ്തു. ഊരാളുങ്കൽ ലേബർ സൊസൈറ്റിക്ക് കൊടുക്കാതെ പകരം പൊതുമരാമത്ത് വകുപ്പ് നേരിട്ട് ഇടപെട്ട് ചെയ്യണം എന്നുള്ളതാണ് ഒരു നിർദ്ദേശം അവർ മുന്നോട്ട് വെച്ചു. ഇതിനെയും ശക്തമായ ഭാഷയിൽ വിമർശിക്കുകയും ചെയ്തു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങൾ. അപ്പോൾ ഇതുപോലെയുള്ള വ്യക്തികൾ ഹാജരായിക്കൊണ്ട് ഈ രീതിയിലുള്ള പരാതികൾ അല്ലെങ്കിൽ അവരുടെ ആവശ്യങ്ങൾ എന്നുള്ള നിലയ്ക്ക് നിർത്തിക്കൊണ്ട് ആവശ്യങ്ങൾ ഉന്നയിക്കേണ്ട കാര്യമില്ല എന്നുള്ള രീതിയിൽ ഹൈക്കോടതി നിരീക്ഷിക്കുകയും ചെയ്തു. ഇപ്പം ഇതാണ് നമ്മൾ ആലോചിക്കുക. ഒരു ദുരന്തബാധിത മേഖല, ആ ദുരന്തബാധിത മേഖലയിൽ നഷ്ടപരിഹാരം അനുവദിക്കുന്നതിന് വേണ്ടി പോലും ഈ രീതിയിലുള്ള കൈകടത്തലുകൾ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവർക്ക് ടൗൺഷിപ്പ് ഒരുക്കി കൊടുക്കുമെന്നുള്ള കാര്യം സംസ്ഥാന സർക്കാർ പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. അതിനുള്ള നടപടികളുമായി മുന്നോട്ട് പോവുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ലഭ്യമായ തുകയിൽ നിന്ന് എടുത്തിട്ട് വേണം, അതായത് നമ്മുടെ സർക്കാരിൻ്റെ ഫണ്ടിൽ നമുക്കറിയാം കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരിനെ ഒരു ഘട്ടത്തിൽ പോലും വേണ്ട രീതിയിൽ സഹായിച്ചിരുന്നില്ല എന്ന് മാത്രമല്ല വേണ്ട രീതിയിൽ ദ്രോഹിക്കുകയും ചെയ്തു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ ഒരു സാഹചര്യത്തിൽ അടിയുറച്ച് നിന്നുകൊണ്ട് വേണം ഈ കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാൻ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇവർക്ക് വേണ്ട വീടും അവരുടെ തൊഴിൽ സാധ്യതകളുമെല്ലാം ഒരുക്കി കൊടുക്കേണ്ടത് സംസ്ഥാന സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണ് എന്നിരിക്കലും സർക്കാർ അത്തരം കാര്യങ്ങളുമായി മുന്നോട്ട് പോവുകയും ചെയ്യുന്നു. ഈ സാഹചര്യത്തിലാണ് ഇതൊന്നും പോരാ, ഈ തുകയൊന്നും ഞങ്ങൾക്ക് പോരാ, അല്ലെ സർക്കാർ നൽകുന്ന ഈ ടൗൺഷിപ്പ് പദ്ധതി ഞങ്ങൾക്ക് പര്യാപ്തമല്ല എന്നുള്ള തരത്തിൽ അവിടുത്തെ ജനങ്ങളിൽ, വയനാട്ടിലുള്ള മേപ്പാടിയിലുള്ള ജനങ്ങളിൽ ഒരു അനാവശ്യമായ ഒരു ആശങ്ക സൃഷ്ടിക്കുകയും അല്ലെങ്കിൽ അവരുടെ ഉള്ളിൽ ഒരു കുത്തിത്തിരിപ്പ് ഉണ്ടാക്കിക്കൊണ്ട് അവരെ മുന്നോട്ട് നയിക്കുക, എന്നിട്ട് കോടതിയിൽ ഞങ്ങൾ നിന്നോളാം എന്നുള്ള തരത്തിൽ പോകുമ്പോഴാണ് അതിനുള്ള ഏറ്റവും ചുട്ട മറുപടി തന്നെയാണ് ഹൈക്കോടതിയിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത് എന്ന് നമുക്ക് ഈ അവസരത്തിൽ കാണേണ്ടി വരും. അപ്പോൾ ഈ പറയുന്ന പോലെ പ്രത്യേക പരിഗണനയൊന്നും ആർക്കും നൽകാനാവില്ല എന്ന് തന്നെ കോടതി കൃത്യമായി പറഞ്ഞു. അപ്പോൾ മനുഷ്യത്വപരമായ പ്രായോഗികതയാണ് ഇക്കാര്യത്തിൽ പ്രധാനം എന്നുള്ളതാണ്. അവിടെ വ്യക്തികൾക്ക് ഞങ്ങൾക്കൊന്നും ചെയ്തു തരാൻ കഴിയില്ല, അങ്ങനെ വ്യക്തികൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് ഒരു ദുരന്തബാധിത മേഖലയെ കാണാൻ കഴിയില്ല. അവിടെ വേണ്ടത് മാനുഷിക പരിഗണന, അത് സർക്കാർ ചെയ്യുന്നുമുണ്ട്. അപ്പോൾ അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടി കോടതി പറയുന്നുണ്ട്. മറ്റു പ്രകൃതി ദുരന്തങ്ങളിൽ അനുഭവിച്ച് നിൽക്കുന്നവരുണ്ട്. ഇപ്പോൾ ഓഖി പോലുള്ള ദുരന്തങ്ങൾ അനുഭവിച്ച് നിൽക്കുന്ന, അല്ലെങ്കിൽ മറ്റു പ്രളയം പോലുള്ള ദുരന്തം അനുഭവിച്ച് നിൽക്കുന്നവരൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്കും കൂടി അവരുടെ പുനരധിവാസം കൂടി സർക്കാരിൻ്റെ ബാധ്യതയാണ്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിലാണ് ഈ വ്യക്തിപരമായ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ രീതിയിൽ കോടതിയെ സമീപിക്കുന്നത്. അപ്പോൾ അതും കൂടി ഈ ഹർജിയുമായി പോകുന്നവർ മനസ്സിലാക്കണം എന്നുള്ള കാര്യം കൂടി ഹൈക്കോടതി അടിവരയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഈ രീതിയിലുള്ള കുത്തിത്തിരിപ്പും ഏൽക്കുന്നില്ല
എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അതിൻ്റെ പിന്നിൽ ഏത് രാഷ്ട്രീയ കക്ഷിയാണ് എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തത വന്നിട്ടില്ല. എങ്കിൽ തന്നെയും സർക്കാരിനെതിരായി നടക്കുന്ന ഒരു ഗൂഢാലോചനയുടെ ഭാഗമായി തന്നെ ഇതിനെ കാണേണ്ടി വരും. അപ്പോൾ തീർച്ചയായും നമുക്ക് മനസ്സിലാക്കാം ഇടത് വിരുദ്ധർ തന്നെയാണ് ഇത്തരത്തിൽ ഈ ദുരന്ത ബാധിതരുടെ പ്രതിനിധി എന്നുള്ള തരത്തിൽ കോടതിയെ സമീപിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് കോടതിയിൽ നിന്നും ഈ രീതിയിലുള്ള ശക്തമായ താക്കീതും തിരിച്ചടിയും ലഭിച്ചിരിക്കുന്നത്.